കഷ്ണം തിരഞ്ഞണ്ട കഷ്ണം കിട്ടോ ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് ചമ്മന്തി ചുമലതുണ്ട് ഒന്നും പഞ്ഞി കിട്ടിക്കുന്നുണ്ട് വലിയ പഞ്ഞി ഇപ്പം എത്ര തൈലമാണ് ചമ്മന്തി മാത്രം മതി. ഒരുത്തനെ വെയിറ്റിംഗ് ആട്ടോ, ഊണ് കഴിക്കാൻ കയറിയതായിരുന്നു. അപ്പോൾ നല്ല മഴ. ഇപ്പോൾ കോഴിക്കോട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കോഴിക്കോട് വേങ്ങേരി ആ ഭാഗത്താട്ടോ ഒരു ചെറിയ വനിതാമസമാണ്. ഉച്ചക്കത്തെ ഊണിന്ന് ഇവിടുന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അജഷത്തിൻ്റെ ബാക്കിന് നല്ല കഴിച്ചിട്ട് കാണാം. എന്താ മഴ അല്ലേ, 2 ദിവസമായിട്ട് ശരിക്കുള്ള മഴക്കാലത്തിൻ്റെ മഴ തന്നെ. ഇന്നാണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇതവിടെ ഞാൻ ഇവിടെ ചില വെച്ചോളിയാ ഇവിടെ വെയിറ്റ് ചെയ്ത ആൾ വന്നിട്ടുണ്ട്. അവിടെ കയ്യൊക്കെ വെച്ചോ കണ്ടു വെച്ചോ. തട്ട് വരുന്നുണ്ട്, തട്ട് ഇതൊക്കെയുള്ള നോക്കണം. ചമ്മന്തി അതിൽ മുളപ്പിക്കോളി. കയ്യേക്കാൻ പോയതാ, രണ്ടിനും മുളപ്പിക്കോ. വന്നോളൂ, അങ്ങോട്ട് എത്തി വരാൻ സമയം എടുക്കും. ഒഴിവുള്ള അതാ പയറിൻ്റെ ഉപ്പേരി. ചോറ് വരുന്നുണ്ട്. ചോറ് നല്ല ചോറ്. കറി എന്തൊക്കെയാ? സാമ്പാർ, മുരിങ്ങക്കായ്ക്കുള്ള സാമ്പാർ. ചരികളാകുമ്പോ ചാറ് പ്രത്യേക ടേസ്റ്റാ. കഷ്ണം തിരഞ്ഞണ്ട കഷ്ണം കിട്ടോ നിങ്ങൾക്ക് തന്നെ അറിയാം അത് കിട്ടൂലെന്ന്. ഞാൻ തമാശക്ക് പറഞ്ഞു കേട്ടോ, കഷ്ണമൊക്കെ ഉണ്ട് കറിയിൽ. പൊരിച്ചും കൂടി വന്നാൽ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. എനിക്കൊരു അയില, ചെറിയ അയിലല്ലേ, ചെറുതാണ് ടേസ്റ്റ്. ഞാൻ അയിലാണ് എടുത്തത്. മത്തി വാങ്ങിയാലുള്ള ഗുണം എന്താ അറിയാലോ, നല്ല പഞ്ഞി കിട്ടും. കാണിച്ചത് അതാണ് ഇപ്പോഴത്തെ സമയത്തിന് ഗുണം. പഞ്ഞി ഉണ്ടാവും. എന്തായാലും കഴിച്ചു തുടങ്ങാം. സാമ്പാർ ദിവസവും മദ്യം കഴിച്ചിട്ടേ മാറ്റി പിടിച്ചോ. കട്ടില്ലാതെ മറ്റേ ടൈപ്പ് സാമ്പാർ അല്ലേ, സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ മീൻകറി അതെ, കുറച്ച് കഷ്ണമൊക്കെ ഉണ്ട്. ചെറികൾ എന്തോ തലയാണ് വീട്ടിൽ നോക്കട്ടെ. സാമ്പാർ സ്ഥലമില്ല. ആ ചമ്മന്തി ഒന്ന് എടുത്ത് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് നോക്കട്ടെ. സാമ്പാറിൻ്റെ സൈഡിൽ വെച്ചിട്ട് ചമ്മന്തി കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് അടിപൊളിയിട്ടു. ചമ്മന്തി ചുമലതുണ്ട് സാമ്പാറിനൂടെ നല്ല എരിവും പുളിയൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ ചുട്ട മുളക്, അങ്ങനത്തെ ഒരു ടേസ്റ്റ്, നല്ല പുളിയൊക്കെ നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചൂട് വാങ്ങാൻ എന്തായാലും. ഈ പപ്പടവും ചമ്മന്തി ഉപ്പേരി എല്ലാം കൂടി കൂട്ടി നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കഴിക്കില്ല, അങ്ങനത്തെ ഒരു കഴിക്കും. ഇതെങ്കിൽ ചമ്മന്തി തരുമോ? നല്ല മീൻകറിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആകണ്ടേ. മീൻ പൊരിച്ച അവിടെ ആയിപ്പോയി. നോക്കട്ടെ. ഈ അയില മത്തിക്ക് ഇപ്പം ഈ ഒരു സീസൺ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രഷ് അയിലാണ്, നല്ല ടേസ്റ്റും ഉണ്ട് എന്തായാലും. പക്ഷേ ഇത് മീൻകറി തന്നെ എനിക്ക് കുറേ മീൻ കഷ്ണം കിട്ടിയിട്ടുണ്ട്. ചരികൾ അതൊക്കെ പറഞ്ഞേ, നല്ല ഫ്രഷ് മീനിൻ്റെ ഒരു തേങ്ങ അരച്ച കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെന്തായാലും അടിപൊളി. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നല്ലൊരു ഊണ് കേട്ടോ. റേറ്റ് ഞാൻ അവസാനം കാണിച്ചു തരാം. വേണ്ടല്ലേ, മീൻകറിയിലൊക്കെ ഇനിയും കഷ്ണമുണ്ട്. എനിക്ക് 2-3 കഷ്ണം എന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈഡിലൊരു കൊണ്ടാട്ടമുളകും ഉണ്ട് കേട്ടോ. ബോസ് അടുത്ത പൊരിച്ച മീൻ ഓർഡർ. 32-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ കഴിക്കി
ചമ്മന്തിയൊക്കെ വേണ്ടിയിട്ട്, അല്ലാണ്ട് ചോറുന്നാൻ വേണ്ടിയിട്ടല്ല. ചമ്മന്തി സെറ്റാക്കാൻ വേണ്ടി. ഇപ്പോൾ കുറച്ച് സാമ്പാറും കൂടി വാങ്ങിയാൽ പിന്നെ ആ സാമ്പാർ ടാലിയാക്കാൻ കൂടി വാങ്ങാം. ഞാൻ എന്തായാലും നിർത്തുകയാണ്, നമുക്ക് ഇത്ര പറ്റില്ലതാ. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ലൊരു ഊണ്, അതേപോലെ കറികളൊക്കെ നല്ല ഉള്ള അടിപൊളിയല്ലേ സംഭവം. അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റും ലൊക്കേഷനും ഒക്കെ ഞാൻ പുറത്തെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ബില്ല് കാണിച്ചു തരാം, ബില്ല് വേണ്ടേ. 3 മീൻ കൂട്ടിയില്ലേനോ? ചോറിന് എത്രയാ? 60. അപ്പോൾ 60 റുപ്യാണ് ചോറിനായത്, മൊത്തത്തിൽ 260. ലൊക്കേഷൻ സ്ഥലം പറയും, സ്ഥലം പറയും. വേങ്ങേരി നമ്മളെ കക്കോടിക്ക് പോകുന്നത്, വേങ്ങേരി കഴിഞ്ഞ് കക്കോടിക്ക് പോകുന്ന ഇടത്തേ ഉള്ളൂ. പ്രതിഭ വനിതാ ഹോട്ടൽ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ശരി.